ആ സാധനത്തിന്റെ അരപ്പ് കാരണമാണല്ലോ ഇങ്ങനത്തെ കുറെ തന്തയില്ലാത്തവന്മാർ ഇങ്ങനെ കാണിക്കും. മുഖം ഉൾപ്പെടെ അതിനകത്ത് കാണാം. ഇപ്പൊ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ വെട്ടി അങ്ങ് കളയണം. എന്റെ ഡ്രസ്സിന്റെ അടിയിൽ കൊണ്ടുപോയി വീഡിയോ എടുത്തേക്ക്. ആ ഒരു ട്രോമ എനിക്ക് മാറണം. ഇതിനെപ്പോലുള്ള കുറെ ഞരമ്പ് രോഗികളുണ്ട്. ഇയാളുടെ ഫോൺ വെച്ചിട്ട് എന്റെ ഡ്രസ്സിനടിയിൽ വീഡിയോ എടുത്തു. എന്നോട് പറഞ്ഞു കാല് വൈഡായിട്ട് നിൽക്കും. എന്നിട്ട് തിരിഞ്ഞു വരാൻ പറഞ്ഞു. പറയുമ്പോ തന്നെ എന്നെ വിറയ്ക്കുന്ന കേസ്. അപ്പോ ഹലോ ഗൈസ്. അപ്പോ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല ഞാൻ എന്റെ യൂട്യൂബിൽ ഇങ്ങനൊരു വീഡിയോ ഇടും എന്നത്. ഞാനിത് ഒരിക്കലും ഞാൻ ഈ വീഡിയോ ഇടത്തില്ലായിരുന്നു. ഇപ്പൊ ഇടുന്നതിന് റീസൺ ഉണ്ട്. അതെന്താന്ന് ഞാൻ പറയാം. ഗൈസ്, എനിക്ക് ഇങ്ങനെ പറയുമ്പോ പോലും ഞാൻ മെന്റലി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡൗൺ ആയി പോകുന്നുണ്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ. ഞാനിത് മാക്സിമം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. ഇത് മിക്കവരുടെ ലൈഫിൽ ഒട്ടുമിക്ക ഗേൾസും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത്യാവശ്യം ഒരുപാട് ട്രോമ ഞാൻ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അത് ഫാമിലിയിൽ നിന്നാണെങ്കിലും ഒരുപാട്. അതെന്താന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോ 2025 എനിക്ക് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് നടന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഡിസംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പൊ മാർച്ചായി. ഇപ്പൊ കേസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിത് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെയാണ് എന്നോട് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത്. വീഡിയോ ഇടരുതെന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ ഞാനിപ്പം ഒരുപാട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എന്താണ് നടന്നത് എന്ന് ഞാൻ പറയാം. എനിക്ക് ഇങ്ങനെ ക്യാമറയിൽ ഫേസ് ചെയ്തൊന്നും സംസാരിച്ചതിന്റെ പരിചയമൊന്നുമില്ല. അപ്പോ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാൻ നിങ്ങൾ ക്ഷമിക്കുക. ഇത് ഇൻസ്റ്റയില് വീഡിയോ ഫുൾ ആയിട്ട് എനിക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വൈറ്റിൽ ഇതിന്റെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. മിക്ക കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും എല്ലാം പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നവരാണ്. അങ്ങനെ പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ പോയ ടൈമിൽ എനിക്ക് സംഭവിച്ചൊരു ഇൻസിഡന്റ് ആണ് ഞാൻ പറയുന്നത്. ഡിസംബറിൽ എനിക്കൊരു സലൂണിന്റെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മള് ഇലക്ഷൻ നടന്ന ആ ഒരു ടൈമിലാണ് എനിക്കൊരു പ്രൊമോഷൻ വീഡിയോയുടെ ഇതുണ്ടായിരുന്നു, ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്രൊമോഷൻ വീഡിയോ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സലൂണിൽ പോയി. അപ്പൊ സലൂൺ ഏതാണെന്നോ എന്താണെന്നോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അവിടെ ഞാൻ പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ പോകുന്നു. അപ്പൊ എനിക്ക് അവിടെ 2 ദിവസം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ ദിവസം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല പോയത്. വീഡിയോ എടുക്കാൻ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെയാണ് പോയത്. അപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് അപ്പോ ഷൂട്ട് കഴിഞ്ഞിട്ടല്ല, ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സലൂണിന്റെ അകത്ത് റൂമുണ്ട്. സലൂണിൽ ഒരു മാനേജർ ഉണ്ട്. അപ്പൊ പുള്ളിയാണ് ഫുള്ള് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എടുക്കുന്നതും എല്ലാം പുള്ളിയുടെ ഫോണിൽ തന്നെയാണ് പുള്ളി ചെയ്തത്. ഞാനും എന്റെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ ഈ ഷൂട്ട് ചെയ്യാൻ കയറിയ ടൈമില് ഞാൻ അകത്തായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. ഞാനും ഈ പുള്ളിയും മാത്രമേ ആ റൂമിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പുള്ളി ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുവോ. അപ്പൊ എന്റെ കൂടെ വന്ന ഫ്രണ്ട് ആണെങ്കിൽ അവൻ പുറത്ത് നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ അകത്ത് പുള്ളി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി ചിരിക്കുക, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നിൽക്കും. അപ്പൊ പുള്ളി നമ്മളോട് അത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് പുള്ളി സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്റെ കൂടെ വന്ന അവനാണെങ്കിലും പുള്ളിയെ ഭയങ്കര ട്രസ്റ്റ് ആയി. പുള്ളി ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചല്ല. അപ്പൊ നമ്മള് വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുവാ. ഓക്കെ. അപ്പൊ വീഡിയോയിലെ ഷൂട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നു. ഞാൻ അവിടുന്ന് ഈ വീഡിയോ ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ തൊട്ട് ഇറങ്ങി പുള്ളി ഇരിക്കുന്ന ക്യാബിനിൽ വന്നു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോസ് എല്ലാം എയർ ഡ്രോപ്പ് ചെയ്തതാ. എനിക്ക് വേണമെന്ന് പറഞ്ഞു. റോ വീഡിയോസ് എല്ലാം എനിക്ക് വേണമെന്ന് പറഞ്ഞു. പുള്ളി കുറെ നേരം നോക്കിയിട്ട് ഇല്ല തരത്തില്ല, അത് ഞാൻ വേറെ എഡിറ്റ് ചെയ്തിടും എന്നൊക്കെ ഒരു പേടി ആയതുകൊണ്ടാണ് പുള്ളി എനിക്ക് വീഡിയോ തരുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ വീഡിയോ തരുന്നില്ല. ഞാൻ കുറെ ചോദിച്ചിട്ടാണ് പുള്ളി എനിക്ക് ആ വീഡിയോ തന്നത്. ഞാൻ നേരെ വീട്ടിൽ വന്നു. ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാനപ്പം ഈ എടുത്ത വീഡിയോസ് ഒക്കെ ഞാനിങ്ങനെ ഗാലറിയിൽ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഞാനത് കണ്ടില്ലായിരുന്നല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. ഞാനിങ്ങനെ നോക്കിയ ടൈമില് പറയുമ്പോ തന്നെ എന്നെ വിറയ്ക്കുന്ന കേസ്. അപ്പോ ഞാൻ ഗാലറിയിൽ നോക്കിയ സമയത്താണെങ്കിൽ ഒരു വീഡിയോ, ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പോയ ഒരു വീഡിയോ ആണ്. എനിക്കൊന്ന് ദൈവമായിട്ടാണ് എന്നെ അന്നേരം അത് കാണിച്ചത്. ഞാൻ അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ആ വീഡിയോ കാണത്തില്ല. ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോയ ഒരു വീഡിയോ. ഇതെന്താ സംഭവം എന്നാണ് ഞാൻ നോക്കിയത്. ഞാൻ നോക്കിയപ്പോ ഞാനിങ്ങനെ തിരിഞ്ഞു നിൽക്കുക. തിരിഞ്ഞു നിന്ന ടൈമില് ഈ മാനേജർ എന്ന് പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞു കാല് വൈഡായിട്ട് നിൽക്ക്, എന്നിട്ട് തിരിഞ്ഞു വരാൻ പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നിന്ന ടൈമില് ഇയാളുടെ ഫോൺ വെച്ചിട്ട് എന്റെ ഡ്രസ്സിനടിയിൽ വീഡിയോ എടുത്തു. നീ ലെങ്ത് ഉള്ളൊരു ഫ്രോക്കാണ് ആ വീഡിയോക്കകത്ത് ഇട്ടിരുന്നത്, അല്ല ഷൂട്ടിന് ഇട്ടിരുന്നത്. ഞാൻ അടിയിൽ ഷോർട്സും കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ട് എനിക്കറിയത്തില്ല. ഇവനെപ്പോലുള്ള കുറേ ഞരമ്പ് രോഗികളുണ്ട്. അപ്പോ ഞാൻ തിരിഞ്ഞു നിന്ന ടൈമില് ഇയാള് എന്റെ ഡ്രസ്സിന്റെ അടിയിൽ കൊണ്ടുപോയി വീഡിയോ എടുത്തേക്ക്. ഇത് കാണുന്ന എന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ഒരു ട്രോമ എനിക്ക് മാറാൻ നല്ല സമയമെടുത്തു. എനിക്ക് ഇപ്പോഴും ഇത് പറയുമ്പോ എനിക്ക് ഇങ്ങനെ ഇതാവുന്നുണ്ട്. അപ്പോ അയാളത് എന്തിനാണ് അയാളത് ചെയ്തതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാനത് ആ വ്യക്തി ആരാണെന്നോ ഏത് സലൂണിൽ വെച്ചാണ് എനിക്ക് സംഭവിച്ചതെന്നോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. ഈ കേസ് നടക്കുന്നതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഇതിപ്പോ ഞാൻ പറയാൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് റാൻഡം ആയിട്ട് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടിരുന്നപ്പോ
ഈ മാനേജറിന്റെ ഒരു സ്റ്റാറ്റസ് ഞാൻ കണ്ടു. ആ സലൂണിന്റെ ഓണറൊക്കെ ആയിട്ട് ഡാൻസ് കളിക്കുന്ന റീല്. ഇപ്പൊ ഓണറും ഓണറിന്റെ വൈഫൊക്കെ സ്റ്റേഷനിൽ വെച്ച് ഞാൻ കേസ് കൊടുത്ത് അവിടെ ഇരുന്നപ്പോ പോലും മോളെ എനിക്ക് മോടെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവും എന്ന് എന്നെ ആശ്വസിപ്പിച്ച വ്യക്തികളാണ് ആ പുള്ളിയോട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത്. അവരുടെയും വീട്ടിൽ പെൺമക്കളില്ലേ. അപ്പൊ അവർക്കും ഈ ഒരു സിറ്റുവേഷൻ വരാലോ. അപ്പൊ അയാൾ ഇപ്പളും ഹാപ്പി ആയിട്ട് അയാളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ട്രോമ വന്നു കഴിഞ്ഞാൽ എന്റെ മുന്നോട്ടുള്ള ലൈഫ് എന്താന്ന് അവരാരും ചിന്തിക്കുന്നില്ല. അപ്പം എല്ലാരും നോക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നു, എന്റെ കാര്യങ്ങൾ പോകുന്നു. പക്ഷെ അങ്ങനൊന്നുമല്ല നമ്മുടെ ലൈഫ്. ഇങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ട്രോമ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറാൻ നല്ല സമയമെടുക്കും. നമ്മള് മാക്സിമം ഞാനത് എന്റെ വീട്ടിലാണെങ്കിലും ആരും എന്നെ ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കാറില്ല. ഞാൻ ആ ഒരു കാര്യം എന്റെ ലൈഫിൽ നടന്നില്ല എന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പഴും. പക്ഷെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും എന്നെ ഇങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ ഓർമ്മ വന്നോണ്ടിരിക്കുവാ എനിക്ക്. അപ്പം ആഹ് എല്ലാവർക്കും ഇങ്ങനെ ഇൻസിഡന്റ് സംഭവിക്കാം. പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ഇൻസിഡന്റ് അനുഭവിച്ചു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഒരുപാട് ഇൻസിഡന്റ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് മെന്റലി ഒട്ടും എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരാളല്ല. ഞാനിത് ഓക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ വീഡിയോ ഒരുപാട് തവണ ഞാൻ ഇത് സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചു. കുറെ വീഡിയോ ഞാൻ എടുത്തു. അതിലെല്ലാം എനിക്ക് ഇങ്ങനെ ആയി പോവാ. എനിക്കെന്താ പറയണ്ടേന്ന് അറിയത്തില്ല. അപ്പം മിക്ക ഗേൾസിനും ഇങ്ങനൊരു സംഭവം ഇങ്ങനെ അവരുടെ ലൈഫിൽ എന്തായാലും ഇങ്ങനെ നടക്കാം. എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ആ സലൂൺ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഗയ്സ്. ഇപ്പം അവർക്ക് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടി അവരെന്തായാലും നല്ലതായിട്ട് ജീവിക്കട്ടെ. കേസിന്റെ വിധി വരാൻ എന്തായാലും ഒരു 1-2 വർഷം എടുക്കും എന്നാണ് പറഞ്ഞത്. ഈ പറയുന്ന സലൂണിന്റെ മാനേജർ റിമാൻഡിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. റിമാൻഡ് ആയിരുന്നു. അയാള് പിന്നെ അവര് ജാമ്യത്തിന് ഇറക്കി. എനിക്ക് നിങ്ങൾ ഗേൾസിനോടാണ് പറയാനുള്ളത്. നമ്മളെ സൂക്ഷിക്കുക. നമ്മള് കണ്ണടച്ച ഒരാളെ പോലും നമ്മളിങ്ങനെ വിശ്വസിക്കില്ല. അതിൽ പിന്നെ ഞാൻ ഒരു പ്രൊമോഷൻ ഷൂട്ടിനും ഒരു വീഡിയോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. കാരണം ഞാൻ ഒട്ടും ഓക്കെ അല്ല. എനിക്കിപ്പഴും കോഴിക്കോട് ഒരു പ്രൊമോഷൻ ഷൂട്ട് വന്നിട്ടുണ്ട്. അവരെന്നെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുവാ. ഞാൻ വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് ഈ ഒരു കാര്യം ഓർക്കുന്നത്. കാരണം ഒരു തവണ നമുക്കിങ്ങനൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഭയങ്കര പാടാ. വേറൊരു കാര്യം നമുക്കൊരു ഷൂട്ടാണല്ലോ. അതിപ്പോ എന്റെ വീട്ടിലാണെങ്കിലും എന്നെ വിടാൻ പേടിയാണ്. പിന്നെ മെന്റലി ഞാൻ ഒട്ടും ഓക്കെ അല്ല. കാരണം അങ്ങനൊരു സംഭവം എനിക്ക് നടന്നേ പിന്നെ. ഇപ്പൊ ഈ മാർച്ച് മാസമായി. എന്നിട്ട് പോലും എന്റെ മൈൻഡില് ഒരു ദിവസം പോലും ആ കാര്യം വരാതിരിക്കത്തില്ല. ഏതെങ്കിലും ഒരു സമയം എന്റെ മൈൻഡിൽ ഇങ്ങനെ അയാള് എന്റെ ഡ്രസ്സിന്റെ അടിയിൽ കൂടെ കൊണ്ട് ആ വീഡിയോ എടുക്കുന്ന ആ രംഗം എന്റെ മൈൻഡിൽ ഇങ്ങനെ എനിക്ക് ഓർമ്മ വന്നുകൊണ്ടിരിക്കും. അയാൾ എന്തിനാ അതങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. 2 മക്കളുണ്ട് അയാൾക്ക്. നല്ലൊരു ഭാര്യയുണ്ട്. അയാളൊക്കെ കണ്ട എന്ത് മാന്യനാന്നറിയോ? എന്റെ ഡ്രസ്സിന്റെ അടിയിൽ കൂടെ എടുത്ത വീഡിയോ ആണെങ്കിലും എല്ലാം ഫുൾ എവിഡൻസ് ഉൾപ്പെടെ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ആ വീഡിയോയിൽ അയാളെ ഡ്രസ്സിന്റെ അടിയിൽ കൂടെ എന്റെ എടുക്കുന്ന വീഡിയോയിൽ ഉൾപ്പെടെ അയാളുടെ മുഖം ഉൾപ്പെടെ അതിനകത്ത് കാണാം. ഞാൻ തൽക്കാലം വീഡിയോയും കാര്യങ്ങളൊന്നും പ്രൂഫൊന്നും ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല. അയാൾക്കൊരു ലൈഫ് ഉള്ളതാണ്, അയാൾ ജീവിച്ചോട്ടെ. എനിക്ക് അയാളെ എല്ലാം കാണുമ്പോൾ അയാൾ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അയാൾ അങ്ങനെ ജീവിച്ചോട്ടെ. പെൺപിള്ളേർക്ക് ഇങ്ങനെ എന്തെങ്കിലും ട്രോമ വന്നു കഴിഞ്ഞാൽ അത് പോകാൻ ഭയങ്കര പാടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയോ, ഞാനെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയ എന്തെങ്കിലും കാര്യം കിട്ടിയാൽ മതി, ഞാൻ കരഞ്ഞു കൂടി. ഭയങ്കരമായിട്ട് ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പോകും. അപ്പോ കാണുന്നവർക്കത് അതെന്താ ഒരു വീഡിയോ എടുത്തല്ലേ, അത് നിനക്ക് വിട്ടൂടെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പോകുന്ന കാര്യമല്ല. ഇപ്പം പ്രൂഫും കാര്യങ്ങളും എല്ലാം എന്റെ കയ്യിലുണ്ട്. അപ്പൊ എനിക്ക് കേസ് നടക്കുന്നതുകൊണ്ട് എനിക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ കൊടുക്കാത്തത്. സ്റ്റേഷനിൽ പോലീസുകാർ ഇയാളുടെ ഫോണൊക്കെ അവിടെ മേടിച്ച് വെച്ചു. ഇയാളുടെ iPhone 17 Pro ആയിരുന്നു. 17 ആണോ 16 ആണോ എന്തോ ഞാൻ ഓർക്കുന്നില്ല. ഫോണെല്ലാം സ്റ്റേഷനിലാണ്, കോടതിയിലാണ് എന്നാണ് പറഞ്ഞത്. അറിയത്തില്ല എനിക്ക്. അത് നോക്കിയിട്ട് പോലീസുകാരന് പറഞ്ഞായിരുന്നു ലോക ഫ്രോഡാണെന്നുള്ള കാര്യം. അയാൾക്ക് എന്തായാലും ഒരു 34 അങ്ങനെ എന്തോ ഏജ് ഒക്കെ ഉണ്ട് എന്തായാലും. ഞാനിതിപ്പോ ഒരിക്കലും ഞാൻ പറയത്തില്ലായിരുന്നു. കാരണം ഞാൻ മെന്റലി ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. ഇന്നപ്പോ ഞാൻ ആ സ്റ്റാറ്റസും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്കങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ എല്ലാ ദിവസവും ഞാനൊരു ട്രോമയിൽ ജീവിക്കുമ്പോൾ അവരവരുടെ ലൈഫ് അടിപൊളിയായിട്ട് ജീവിക്കുക. മനസ്സിലായോ? അപ്പൊ ഞാൻ ഓരോ ദിവസം കഴിയും തോറും ഞാൻ ഈ ഒരു കാര്യം ആലോചിച്ച് അയാൾ അങ്ങനെ എടുത്തല്ലോ എന്റെ ഡ്രസ്സിന്റെ അടിയിൽ കൂടെ, അത് അത്രയും ഞാൻ ആ ഒരു കാര്യം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാനാണെങ്കിലും എന്റെ വീട്ടുകാരാണെങ്കിലും ആ ഒരു കാര്യത്തിൽ നല്ലപോലെ ഇതാവുന്നുണ്ട്. എന്തായാലും ഞാൻ ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ അതിന്റെ രീതിയിലുള്ള രീതിയിൽ ഇടത്തുള്ളൂ. ഞാൻ ആ ഷോർട്സ് അടിയിൽ ഇട്ടില്ലായിരുന്നെങ്കിലും അയാൾ ആ വീഡിയോ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അയാൾ ആ വീഡിയോ എടുത്തതിന്റെ വൈകിട്ടാണ് ഞാനിത് കണ്ടത്. അതിന്റെ പിറ്റേന്ന് തന്നെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസും കൊടുത്തു. അന്ന് തന്നെ വൈകിട്ട് അയാളെ റിമാൻഡും ചെയ്തു. അയാൾ അകത്തുമായി. ഇവനെപ്പോലുള്ളവനെയൊക്കെ ഉണ്ടല്ലോ, ഇവന്റെയൊക്കെ ഇങ്ങനെ വെട്ടി അങ്ങ് കളയണം. ആ സാധനത്തിന്റെ അരപ്പ് കാരണമാണല്ലോ ഇങ്ങനത്തെ കുറെ തന്തയില്ലാത്തവന്മാർ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. എനിക്കിതൊന്ന് വന്ന് നിങ്ങളോട് പറയണം എന്ന് തോന്നി. ഞാൻ ഇത്രയും നാള് പറയാതിരുന്നു. ഞാൻ ആ ഒരു ട്രോമയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവാം എനിക്കിതൊന്ന് പറയാൻ തന്നെ നാണക്കേടല്ലേ എന്നൊരു ഇതെനിക്കുണ്ടായിരുന്നു. ഇപ്പം കാണുന്നവർ വിചാരിക്കും ഇവിടെ എന്ത് തേങ്ങയാണ് ഈ വന്ന് പറയുന്നത്, തെളിവും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊന്നും വിചാരിക്കേണ്ട. എവിഡൻസ് ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട്. കേസ് നടക്കുന്നതുകൊണ്ട് എനിക്ക്
എനിക്കിതിപ്പോ കാണിക്കണോണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇവനെപ്പോലുള്ളവരൊന്നും ഇനി ജീവിക്കേണ്ട കാര്യമില്ല. ഇവനൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോ എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നി കൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോ ഇത് ഞാൻ പറയാനുള്ള കാര്യം തന്നെ എല്ലാരും ഒന്ന് സൂക്ഷിക്കുക. ഇങ്ങനെ വീഡിയോ എടുക്കാൻ പോകുന്നവരാണെങ്കിലും, അല്ലാതുള്ളവരാണെങ്കിലും, നമ്മൾ പുറത്തിറങ്ങി നടക്കുന്നവരാണെങ്കിലും ഗേൾസ് ഒന്ന് സൂക്ഷിക്കുക. എന്തായാലും അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇതെനിക്കൊന്നൊന്ന് പറയണം എന്ന് തോന്നി. ഞാൻ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പൊ അത്രേ ഉള്ളൂ.